എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യണവർക്ക് തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു തോരനാണ്, പക്ഷേ ഇതൊരു ഫുൾ മീലായിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. കാരണം ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബറും ഒക്കെ കിട്ടുന്ന ഒരു ഫുൾ മീലാണ്. അപ്പോൾ ഇത് ഡിന്നറിന് റീപ്ലേസ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കൂടെ എടുക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ ചീര ഉണ്ടല്ലോ, പച്ച ചുവപ്പ് രണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ. ചീരയും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചുമന്ന പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ചീരയുടെ അല്ല കേട്ടോ, ചുമന്ന പയറും കൂടി ചേർത്തിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കണേ. അപ്പോൾ ഇതിനകത്ത് പയറിലാണെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ നമുക്ക് കിട്ടും, ചീരയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഫൈബർ ഉണ്ട്. വെയിറ്റ് ലോസിന് ഏറ്റവും ഗുണമുണ്ടാക്കുന്നൊരു സാധനമാണ് ചീര. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരം നമ്മൾ വിചാരിക്കും നാളികേരം നിന്ന പ്രശ്നമാണ്, പക്ഷേ നാളികേരം ഏറ്റവും നല്ലതാണ് ഡയറ്റ് ചെയ്യണവർക്ക്, ഗുഡ് കൊളസ്ട്രോളാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 10-20 ചെറിയുള്ളിയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ച് വെളിച്ചെണ്ണയിൽ ഇതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇടിച്ച മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. ഇന്നലെ ഇത് ലൈറ്റായിട്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3/4 കപ്പ് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഇതിനകത്ത് ജീരകം അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല കേട്ടോ. ഈ നാളികേരത്തിന് വേണ്ടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് എരിവിന് ഞാൻ ഇടിച്ച മുളക് ചേർക്കണേ. എരിവിന് ആവശ്യത്തിന് മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, കാരണം ചീരയിൽ ധാരാളം വെള്ളം ഉണ്ടാവും. നമ്മൾ കഴുകി അപ്പം തന്നെ ചീര അരിഞ്ഞ് അടപ്പത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ചീരയിലെ വെള്ളമൊക്കെ കൂടി ഒരു കുഴഞ്ഞ പരുവത്തിലായി മാറും. അതുകൊണ്ട് എപ്പോഴും ചീരയുടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ പച്ച ചീര അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചുമന്ന ചീര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തേക്കാണ് ഞാൻ. പിന്നെ കുറേശ്ശെ ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പയർ ഉപ്പില്ലാണ്ടാണ് വേവിച്ചേക്കണേ, അപ്പോൾ പയറിനും കൂടി ചേർത്തിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ മൂടി ഒന്നും വയ്ക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അതിങ്ങോട്ട് വാടി പെട്ടെന്ന് ചീര പെട്ടെന്ന് വാടുകയുള്ളവർക്ക് അറിയാം. ഇനി ഇതിനകത്തേക്ക് ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇപ്പോൾ ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ പയർ ഒട്ടും വെള്ളം ഇല്ലാണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റി കളഞ്ഞോളൂ, അല്ലെങ്കിൽ ചീര അങ്ങോട്ട് കുഴഞ്ഞു പോവുക. അപ്പോൾ ഇത് ചീരയുടെ ഇലയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മുരിങ്ങയുടെ ഇലയിൽ മെത്തിയുടെ ഇലയിലൊക്കെ പ്രയോഗിക്കാം കേട്ടോ. ഈ പയറൊക്കെ ഇട്ടിട്ട് ചെറുപയർ യൂസ് ചെയ്യാം, എല്ലാം പ്രോട്ടീൻ തന്നെയാണ്. പരിപ്പ് യൂസ് ചെയ്യാം, കടലപ്പരിപ്പ് യൂസ് ചെയ്യാം, നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഗ്രീൻ പീസൊക്കെ ഇതേപോലെ വേവിച്ചിട്ട് ചെയ്യാറുണ്ട് ചീരയുടെ കൂടെ. അപ്പോൾ ഇത് നല്ലൊരു ഹൈ ഫൈബർ പ്രോട്ടീൻ നിറഞ്ഞ അടിപൊളി ഒരു വെയിറ്റ് ലോസ് റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നുണ്ടാവും. അത് എൻ്റെ മോളവിടെ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നിരത്തിയിട്ടാൽ മതി. അപ്പോൾ അങ്ങോട്ട് വറ്റിപ്പൊക്കോളൂ കേട്ടോ. എല്ലാവർക്കും അറിയാം ചീരത്തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട്, പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ കോമ്പിനേഷൻസ് പലതും പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ചീര തന്നെയായിരിക്കും പലരും ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിന്നറിന് നിങ്ങൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗോ ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കുക. പിന്നെ നമുക്ക് കുറേ സമയത്തേക്ക് വിശക്കില്ല, നമുക്ക് വയറിങ്ങനെ ഫില്ലായിട്ടിരിക്കുകയും ചെയ്യും. ആവശ്യത്തിന് നമ്മുടെ ഫൈബറും പ്രോട്ടീനും എല്ലാം ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈറ്റമിൻസ് അടങ്ങിയതാണ്. അപ്പോൾ എല്ലാം ഉള്ളിൽ ചെല്ലുകയും ചെയ്യും, നമുക്ക് വെയിറ്റ് ലോസ് എളുപ്പത്തിലാവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.